എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ നമുക്കിപ്പം ചേരുകയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഈ സമസ്തയുടെ മുഖപ്രസംഗം, സുപ്രഭാതത്തിൽ വന്ന മുഖപ്രസംഗം, അതായത് വന്ദേ മാതരം നിർബന്ധമാക്കിയ വിജ്ഞാപനത്തിൽ ഇവർ ഭീഷണി മുഴക്കുകയാണ്. വിശ്വാസപരമായ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ദേശീയ ഐക്യത്തിന് വിഘാതമുണ്ടാക്കുമെന്നവർ പറയുന്നു. അതായത് നേരത്തെ വന്ദേ മാതരം തന്നെ വെട്ടിമുറിച്ചുകൊണ്ട് ചില ഭാഗങ്ങൾ വെട്ടിമാറ്റി ആ ഭാഗങ്ങൾ ഇപ്പോൾ കൂട്ടിച്ചേർത്താൽ അത് ദേശീയ ഐക്യത്തെ ഭിന്നിപ്പിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവരുടെ ഈ ആവശ്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? നമസ്കാരം. ഈ വന്ദേ മാതരം ഇന്നിപ്പോ വീണ്ടും ചർച്ച വിഷയമായിരിക്കുകയാണ്. 150-ാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ഇത് ചർച്ച വിഷയമായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു കാര്യം വേണ്ടെന്ന് പറയാനോ അതല്ലെങ്കിൽ വേണമെന്ന് പറയാനോ ഉണ്ടെങ്കിൽ അതിന് എന്തെല്ലാം റീസൺസ് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഇമ്പോസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമൊന്നുമില്ല. കാരണം നമുക്ക് ഓൾറെഡി നമ്മളിവിടെ പറയാറുള്ളത് ഇവിടുത്തെ നമ്മളുടെ ദേശീയ ഗാനം എന്ന നിലയ്ക്ക് നമ്മൾ പറയാറുള്ള ജനഗണമന, അതാണ് നമ്മൾ കാലങ്ങളായിട്ട് ശീലിച്ചു വന്നിട്ടുള്ളത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പുതിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പരാതിയാണ് എനിക്ക് ആദ്യമേ വെക്കാനുള്ളത്. പിന്നെ ഇനി അതല്ല, ഇതിനകത്തൊരു എതിർപ്പ് പ്രകടിപ്പിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ തരത്തിലുള്ള എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് ചോദ്യം ഉയർത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് വിശ്വാസപരമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇത് സത്യത്തിൽ ഈ തരം വിഷയങ്ങൾ എല്ലാത്തിനെയും മതത്തിന്റെ ആംഗിളിലൂടെ കാണാനുള്ള ഒരു പ്രേരണയായിട്ട് മാറുകയാണ്. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭീഷണി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത് സമൂഹത്തിൽ കൂടുതൽ മതം കലർത്താനും അതിന്റെ പേരിൽ ബാക്കി കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കാണാനുള്ള ഒരു അവസരമാക്കി ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു ദുരന്തമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു പരിണിത ഫലമായിട്ട് നമ്മൾ കാണുന്നത്. തീർച്ചയായും മറ്റ് ഒരു മറുതലക്കിൽ ഉണ്ടാകുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഇവർ സമസ്ത ഇത്തരം ആവശ്യങ്ങളുമായി മുന്നിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു നാടിനെ വിഭജിക്കാൻ, നമുക്കറിയാം മലപ്പുറത്തെ വിഭജിക്കണമെന്ന ആവശ്യവുമൊക്കെ ഇവർ ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞതാണ്. എന്തിനേറെ പറയുന്നു, ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ, സൂംബ നിർബന്ധമാക്കിയ വിഷയത്തിൽ, ഇതെല്ലാം തന്നെ ഇവർ സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടെത്തണം. അതായത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിൽ മതം കലർത്തി തങ്ങളുടെ ആവശ്യങ്ങൾ ഇതാണ് എന്ന് പറയുന്ന ഒരു രീതി, അത് എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്? അതാണ് നമുക്ക് ഇതിനകത്തുള്ള പ്രശ്നം. അതിനെയാണ് നമ്മൾ ഇനിയെങ്കിലും അത് ചെറുത്ത് നിൽക്കേണ്ട ഒരു വിഷയമായിട്ട് മാറ്റുന്നത്. കാരണം ഏതൊരു സംഗതി വരുമ്പോഴും അത് ഇപ്പൊ നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എടുത്തു വെച്ചിട്ട് ദേശീയോത്ഗ്രഥനം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് കാലങ്ങളായിട്ട്. അതിപ്പോ BJP കണ്ടുപിടിച്ച സാധനമൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസ് ആണെങ്കിലും ചെയ്തത്. ഇനിയിപ്പോ വന്ദേ മാതരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കോൺഗ്രസ്സുകാരാണ്. ഇത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ബ്രിട്ടീഷുകാർ കണ്ട് പിന്നീട് ആ ഗാനം നിരോധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ എടുത്ത നിലപാട് തന്നെയാണ് ഇന്നിപ്പോ ഇവിടുത്തെ മുസ്ലിങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത എടുക്കുന്നു വരുമ്പോൾ അത് ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല ഏതൊരു വിഷയം കൊണ്ടുവരുമ്പോഴും അത് നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുവിനെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. അത് ഈ ദേശത്ത് ജീവിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ആ ഒരു ആംഗിളിലേക്ക് അവർ കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അതെല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു വിഷയമാണ്. അതിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവരുന്നത്. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോഴും അങ്ങനെ ഏത് വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും ഒരേപോലെ ബാധിക്കുന്ന ഒരു ഗുണമായിട്ട് വരുന്ന ഒരു കാര്യമാകുമ്പോൾ അതിൽ ഒരു വിഭാഗം മാത്രം തങ്ങളുടെ മതം അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അതിന്റെ ഗുണം ആർക്കാണ് തടയപ്പെടുന്നത്? അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും തടയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഇവിടെ കുടുംബശ്രീയുടെ ഒരു പ്രതിജ്ഞ ഇവിടെ പുതുക്കുന്നതുമായി സംബന്ധിച്ചിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു. തുല്യ അവകാശം എന്ന് പറയുന്നത്, സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ അതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുമ്പോൾ അത് സ്ത്രീയുടെയും പുരുഷന്റെ തുല്യതയാണ്. അത് എല്ലാവരുടെയും ബാധകമാവുന്ന ഒരു കാര്യമാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല. പക്ഷെ അത് പാടില്ല, അത് ഞങ്ങൾക്ക് എതിരാണെന്ന് പറയുമ്പോൾ അത് തടയപ്പെടുന്ന ആർക്കാണ്? അതെല്ലാവർക്കും തടയപ്പെടുകയാണ്. ഇതാണ് അതിന്റെ ഒരു കുഴപ്പം. അപ്പൊ നമ്മളൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ വിഷയങ്ങളിൽ എല്ലാത്തിലും മതത്തിന്റെ ആംഗിളിലൂടെ കണ്ടുകൊണ്ട് ഒരു മാർക്കറ്റ് ആ ലെൻസിൽ പാസ് ചെയ്തു പോയി ആ ഫിൽറ്ററിൽ അത് പാസ് ചെയ്താൽ മാത്രമാണ് അതിനൊരു അപ്രൂവൽ കൊടുക്കണ്ടു എന്നുള്ള ഒരു സംഗതി, ഒരു ഹലാൽ സർട്ടിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇതിന് വഴങ്ങാൻ പാടില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനോട് നമുക്ക് തത്വത്തിൽ യോജിപ്പുണ്ടായിരുന്നില്ല, ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു
എതിർപ്പ് വരുമ്പോൾ നമുക്ക് ഇതിനോട് യോജിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. എന്നാൽ പിന്നെ അത് പാടിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ളതാണ് അവിടെ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് അങ്ങനെയല്ലല്ലോ ഇതിനെ കാണേണ്ടത്. ഒരു ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഇത് പാടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇനിയിപ്പോ വന്ദേ മാതരം എന്ന് പറയുന്നത് ഗാനത്തിന്റെയും അറ്റം വെട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ ഇനി നടക്കുകയുള്ളൂ എന്ന് വരുന്നിടത്ത് അത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഈ രീതിയിൽ കാണുന്നു എന്നതാണ്. ഒരുപാട് നന്ദി ശ്രീ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.